ഹലോ കുഞ്ഞാപ്പൂരെ കണ്ടോ? ഇല്ലല്ലോ, കണ്ടില്ല. കണ്ടില്ലല്ലേ? കാണൂല, ചെറിയാല കാണൂല എന്നുള്ളത്. ഇത് കുഞ്ഞാപ്പൂരെ കണ്ടോ? ഇല്ലേ? അന്നാ വെക്കോ കുഞ്ഞാപ്പൂ കടലിൽ ഒലിച്ചു പോയ റബ്ബേ. മൈ സൺ കുഞ്ഞാപ്പൂ ലുക്ക് അറ്റ് മീ. 2 പേക്ക് 40 രൂപ. 2 പേക്ക് 40 രൂപ. എന്റെ പണ്ട് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ? അറേബ്യൻ സീയിലേക്ക് പോയി. പടച്ച തമ്പുരാനെ, അറബി നാട്ടിക്ക് പോയിക്കേ. ഇനി എപ്പോഴാ കപ്പലൊക്കെ വരിക? ഓക്കെ, ഈ കോഴിക്കോട് കടപ്പുറത്ത് എവിടെ അറബിക്കടലിൽ എന്റെ ചെറുക്കൻ അവിടെ പോയിക്കോന്ന് പറഞ്ഞിട്ടു. അറബിക്കടലിലെ കോയക്ക അറേബ്യൻസിൽ പോയിട്ടോ കുഞ്ഞാപ്പൂ? അങ്ങോട്ട് പോയേക്ക് കോയക്ക. അറേബ്യൻ സീക്ക് പോണോരെ, കാഴ്ചകൾ കാണാൻ പോണോരെ, കോയ വരുമ്പോൾ എന്തുകൊണ്ട് വരും? കുഞ്ഞപ്പാ അങ്ങനെ തന്തര തല കൊണ്ടുവരും. കൈമ കയറിക്ക. അറേബ്യൻ സീക്ക് പോയി. ഞാൻ അറബിക്കടലിൽ മുങ്ങിക്കൂടുന്ന ആളെ വിചാരിച്ചേ. നിങ്ങൾക്ക് അന്നെ കൊണ്ടൊക്കെ വന്നോ? ഞാൻ ഇന്നെ കൊണ്ടല്ല അന്നെ കൊണ്ടാ കുടുങ്ങിക്കണ്ടേ. കടൽക്ക് മീനെ കാണാൻ പോകുന്ന വിചാരിച്ചു. അവസ്ഥ ഇപ്പത്തില്ല. പേര് കുമ്പക്കാട് കോയ. എന്നിട്ട് വായ സെക്യൂരിറ്റിയാണേ. നിങ്ങളെ കൊണ്ടിരുന്ന ഇവിടെ അനക്കൊണ്ട് പാമ്പിട്ട് ഞാൻ പറഞ്ഞേ. ശരി പോയോക്കാ. ലോകത്തിലെ അന്റെ താളത്തിന് തുള്ളുന്ന തന്ത ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടില്ല? അന്റെ തന്തല്ല ഇന്റെ തന്ത. ആ വണ്ടിനോടോ? വണ്ടിനും തന്തണ്ട് ഇപ്പച്ചേ. ഇപ്പച്ചേ അനക്കൊണ്ട. അന്നെ കാണി നല്ല ഇതിന് ആൾ തന്നെയാണ്. അതിനെ തൊഴില് വാ പച്ചേ. ഇതാണ് കൊടല് പൊരിച്ചത് മെഷീൻ. ഇവിടെ നിന്ന് എന്റെ കുടല് പോയിച്ചു. ഇങ്ങോട്ട് പോരെ. തന്നെ ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് കോഴിക്കോട് ബീച്ചിലുള്ള അറേബ്യൻ സീലാണ് കേട്ടോ. അപ്പൊ കേറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പറങ്കിയാൾ വന്നിറങ്ങിയ പായക്കപ്പലാണ്. അത് മാത്രമല്ല അകത്ത് ചെന്ന് കഴിഞ്ഞാൽ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് ആവശ്യമായ റോബോട്ടുകൾ ആണ്. വീട്ടുജോലി ഓഫീസ് ജോലി ഒക്കെ ചെയ്യുന്ന റോബോട്ടുകൾ ഇവിടെ ഉണ്ട്. ചങ്കളെ ആമസോൺ കാട്ടിൽ മാത്രം കണ്ടുവരുന്ന അനാക്കോണ്ട എന്ന് പറഞ്ഞ പാമ്പ് അത് ഇന്ത്യയിൽ ആകെ 2 സ്ഥലത്തുള്ളൂ. ഒന്ന് മൈസൂർ സൂലും പിന്നെ ഒന്നുണ്ട് നമ്മൾ അറേബ്യൻ സീലും. അത് മാത്രമല്ല കേട്ടോ, കടൽ മീൻ, ടണലക്കോറിയം, ഫുഡ് കോർട്ട്, ഫാമിലി ഗെയിം, സ്റ്റാളുകൾ, അങ്ങനെ എല്ലാവിധ സാധനം. അപ്പൊ ചങ്കളെ വർക്കിംഗ് ഡേ 2 മണി മുതൽ രാത്രി 10 മണി വരെയും, ഒഴിവ് ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ട് ഇവിടെ. ഒന്നും നോക്കണ്ട, ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഫാമിലി ആയിട്ട് നേരെ പോകുന്നുള്ളൂ നമ്മളെ കോഴിക്കോട് ബീച്ചിലുള്ള അറേബ്യൻ സീക്ക്. ഹലോ ബ്രോ, ഇതെന്താ കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞില്ലല്ലോ മണാലിക്ക് എന്നെ കൊണ്ടുപോകുന്നേ? ഇത് ഇന്നെ ആക്കാൻ പറ്റുമോ നോക്കിയാ? ഇവിടെ സ്കൂൾ കൂട്ടിയാരെ കുട്ടികളെ കൂട്ടി ഒരു തൊഴിലല്ലേ? 2 മാസം ലീവാണ്. നിങ്ങൾ വേണേ പോയിക്കോളി. കോയ നീതി പാലിക്കുക. തിത്തുമ്പോ മൂട് മാറ്റുക. സ്കൂള് തുറക്കോളത്തിന് മനസ്സിൽ രാജപുടിയാന്നല്ലേ? ഞാൻ പറഞ്ഞാ കേൾക്കൂലാന്നോ? പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ച് അനുസരണം വേണം. കിളക്ക കൂടി ആക്രി കൊണ്ടേ കൊടുക്കാന്നല്ലേ? എത്തന്നാ കുഞ്ഞാരെ കോയ ഇറ്റങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കേൾക്കണില്ലടി. പിന്നെ വെട്ടിച്ച് കൊല്ല. അത് പബ്ജിയാണേ. ഒരൊറ്റൊന്നെങ്ങാനും കൂടെ പറഞ്ഞിട്ട് കേൾക്കാതെ കളിച്ചുകൊണ്ട് ഇറക്കാണ് കണ്ണടിച്ചാ പൊട്ടിച്ചേക്കാം. കോയെ കല്ലണ്ട ചീത്ത പറഞ്ഞാ മതി. അതെന്താ വെച്ചാല് അത് 2K കിഡ്സാണ്. 2K കിഡ്സത്ത കൊമ്പങ്കാട് കോയക്ക് സാധനം ഇല്ലാന്നോ എല്ലാം അസംബ്ലി പിടിച്ചോട്ട് കോയെ. കോയെ ആക്കണ ആ നൗഫലല്ലേ ഓനാണ് അന്നത്തോ വിളിച്ചിട്ടാണ് പോയൊക്കെ. എന്താ കോയക്കൾ ഒച്ചപ്പാട്? കൊറേ നേരം തുടങ്ങിയിട്ട്. അതിന്റെ കൂട്ടൊന്നും പറണ്ട നൗഫല. സ്കൂൾ പൂട്ടിയതിനു ശേഷം ഒരു തൊയിലെന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല. പൊന്നാര കോയാക്ക, എന്ത് ഞങ്ങൾ ബേജാറാണ്. ഈ വെക്കേഷനിൽ ആ കുട്ടികളെ കൊണ്ടുപോയിക്കാണ്ട് ആ G-Tech കൊണ്ടുപോയി ചേർത്ത് വെക്കാണേ. G-Tech കൊണ്ടുപോയി ചേർക്ക്? അതൊക്കെ എവിടെയാ ഉള്ളതെന്ന് വെച്ചിട്ടാ? കോയാക്ക, മലപ്പുറം ജില്ല എല്ലാ ടൗണിലും G-Tech സെന്റർ ഉണ്ട്. പിന്നെന്താ പേടിച്ചാന്? അവിടെ കൊണ്ടാക്കിയിരുത്താ. അവിടെ ഈ അവധിക്കാലത്ത് 4ാം ക്ലാസ് മുതൽ +2 വരെ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ കോഴ്സുകള്, സ്പോക്കൺ ഇംഗ്ലീഷ്, അങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കോഴ്സും പഠിപ്പിക്കുന്നുണ്ട്. എന്നാ നീ ഒന്നും നോക്കണ്ട, നാളെ തന്നെ മൊയ്വെണ്ണത്തിന് പേർക്ക് G-Tech കൊണ്ടുപോയി ചേർത്തിട്ട് ബാക്കി പരിപാടിയുള്ളൂ. ആ തിത്തുമാക്ക് വലിയ കോഴ്സ് ഉണ്ടോന്നാവും. അപ്പൊ ചങ്കളെ ഇനി ഒന്നും